എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സുരേന്ദ്രനാഥ് ദാസ് ഗുപ്ത എഴുതിയ പ്രശസ്തമായ എസ്സേ ദി തിയറി ഓഫ് രസ എന്നതിൻ്റെ വ്യാഖ്യാനങ്ങളാണ്. അദ്ദേഹം 1887 ജനിച്ചു, 1952 മരിച്ചു. സുരേന്ദ്രനാഥ് ദാസ് ഗുപ്ത was a prominent figure in Advaita Vedanta. His magnum opus is his 5-volume masterpiece, A History of Indian Philosophy. Das Gupta's meticulous research and analysis helped revive and illuminate many forgotten or overlooked philosophical traditions. Das Gupta aimed to bridge the gap between Eastern and Western philosophical traditions. The essay, The Theory of Rasa, was published in A History of Sanskrit Literature in 1947. It provides a historical overview of Rasa theory. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ എസ്തറ്റിക്സിൽ വളരെ പ്രശസ്തമായ രസാ തിയറി ഉണ്ട്. ആ രസാ തിയറിക്ക് ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ രസാ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന എസ്സേയാണ് ദി തിയറി ഓഫ് രസ. ഇത് വന്നിരിക്കുന്നത് എ ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ എന്ന കളക്ഷനിലാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മാഗ്നം ഒപ്പൂസ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ക്ലാസിക്കലായിട്ട് പറയുന്ന പുസ്തകം 5-volume മാസ്റ്റർപീസ്, അതിൻ്റെ പേര് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്നാണ്. അദ്ദേഹം ഈസ്റ്റേൺ എസ്തറ്റിക്സിനും വെസ്റ്റേൺ എസ്തറ്റിക്സിനും ഇടയിലൊരു ബ്രിഡ്ജ് തീർക്കാൻ ശ്രമിച്ച ആളാണ്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന രസ തിയറിയെ പറ്റിയാണ്. അപ്പോൾ രസ എന്താണ് അല്ലെങ്കിൽ രസം എന്താണ് എന്നുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. രസ ഹാസ് 2 levels ഓഫ് മീനിങ്. ഇൻ ജനറൽ ഇറ്റ് മീൻസ് ടേസ്റ്റ്, ബട്ട് ഇൻ ദ ടെക്നിക്കൽ സെൻസ് ഇറ്റ് റെഫേഴ്സ് ടു ഡോമിനൻറ്റ് ഇമോഷൻസ്. അതായത് നമുക്ക് ഇന്ത്യൻ കൺസെപ്റ്റ് അനുസരിച്ച് രസം എന്ന് പറയുന്ന സമയത്ത് ടേസ്റ്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ രസം പറയാറുണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു കൃതി വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് കാണുന്ന ഇമോഷൻസ്, ആ ഇമോഷൻസിനെ ടെക്നിക്കൽ സെൻസിൽ രസം എന്ന് പറയാറുണ്ട്. ദി കൺസെപ്റ്റ് ഓഫ് രസ ഇൻ പോയറ്റിക്സ് റെഫേഴ്സ് ടു ദ റൈറ്റേഴ്സ് ഇമോഷണൽ എക്സ്പീരിയൻസ് ഓർ ക്രാഫ്റ്റിംഗ് എ വർക്ക് ഓഫ് ആർട്ട്, ദി എൻജോയ്മെൻറ്റ് ഓഫ് ദി വർക്ക് ബൈ ദ റീഡർ ഓർ ഓഡിയൻസ് ആൻഡ് ദി ഇമോഷൻസ് ഡെപ്പിക്റ്റഡ് ഇൻ ദ വർക്ക്. അതായത് ഇന്ത്യൻ പോയറ്റിക്സ് അനുസരിച്ച് നമുക്ക് രസം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് റൈറ്റേഴ്സ് ഇമോഷണൽ എക്സ്പീരിയൻസ് ഓഫ് ക്രാഫ്റ്റിംഗ് എ വർക്ക് ഓഫ് ആർട്ട്, അത് റൈറ്ററിലാണോ അതോ ദി എൻജോയ്മെൻറ്റ് ഓഫ് ദി വർക്ക് ബൈ ദ റീഡർ അല്ലെങ്കിൽ ഓഡിയൻസിലാണോ അല്ലെങ്കിൽ വായിക്കുന്ന ആളിലാണോ അല്ലെങ്കിൽ ദി ഇമോഷൻസ് ഡെപ്പിക്റ്റഡ് ഇൻ ദ വർക്ക്, ആ വർക്കിൽ തന്നെയാണോ കാണപ്പെടുന്നത് എന്ന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അവിടെയുണ്ട്. ദെൻ ആചാര്യ ജഗന്നാഥാസ് മാക്സിം ഈസ് വാക്യം രസാത്മകം കാവ്യം, വിച്ച് മീൻസ് എനി ലിറ്റററി വർക്ക് വിച്ച് ഗീവ്സ് ടേസ്റ്റ്ഫുൾ പ്ലഷർ ഈസ് കോൾഡ് പോയട്രി. അതായത് രസം ഉത്പാദിപ്പിക്കുന്നത് മാത്രമേ കാവ്യമാകുന്നുള്ളൂ എന്ന് ജഗന്നാഥൻ പറഞ്ഞിട്ടുണ്ട്. ഭരതമുനി ഇൻട്രൊഡ്യൂസ്ഡ് ദി കൺസെപ്റ്റ് ഓഫ് രസ ഇൻ ഹിസ് ട്രീറ്റൈസ് നാട്യശാസ്ത്ര ചാപ്റ്റർ 6. ഭരതാസ് രസസൂത്ര ഈസ് വിഭാവ അനുഭാവ വ്യഭിചാരീഭാവ സംയോഗ രസനിഷ്പത്തി. വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗാത് രസ നിഷ്പത്തി. ദാറ്റ് മീൻസ് ദി ഫ്യൂഷൻ ഓഫ് വിഭാവാസ്, അനുഭാവാസ് ആൻഡ് വ്യഭിചാരി ഭാവാസ് ക്രിയേറ്റ് രസ. അപ്പോൾ രസം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ഭരതമുനി പറയുന്നത് ഇങ്ങനെയാണ്. അത് ഒരു ഫ്യൂഷനിലൂടെയാണ്, ഒരു കോമ്പിനേഷനിലൂടെയാണ്. ഏതിൻ്റെ? വിഭാവ എന്നറിയപ്പെടുന്ന ഇമോഷൻസിൻ്റെയും വിഭാവ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെയും അനുഭാവ എന്ന കൺസെപ്റ്റിൻ്റെയും വ്യഭിചാരി ഭാവാസിൻ്റെയും ഫ്യൂഷനിലൂടെ രസം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറയുന്നു. വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗ രസനിഷ്പത്തി. ഇനി അദ്ദേഹം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിഭാവ എന്താണ് എന്ന് ചോദിച്ചാൽ, വിഭാവ ഈസ് ദ ഒബ്ജക്റ്റീവ് കണ്ടീഷൻ ഓഫ് പ്രൊഡ്യൂസിങ് ആൻ ഇമോഷൻ ദാറ്റ് ഈസ് ദ കോസസ് ഓഫ് ഇമോഷൻ. അതായത് ഒരു പ്രത്യേക ഇമോഷൻ ഉണ്ടാക്കാൻ കാരണമായിരിക്കുന്ന ആ വസ്തു അല്ലെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് വിഭാവ എന്ന് പറയാം. ഒരു പർട്ടിക്കുലർ ഇമോഷൻ ഉണ്ടാക്കാൻ ആവശ്യം അല്ലെങ്കിൽ കാരണക്കാരനായ വ്യക്തി അല്ലെങ്കിൽ വസ്തു രണ്ടിനെയും നമുക്ക് വിഭാവ എന്ന് പറയാം. അതിൽ വ്യക്തി ആണെങ്കിൽ നമ്മളതിനെ ആലംബന വിഭാവ എന്ന് പറയും.
അതേസമയം വസ്തുവാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടീഷൻസ് ആണെങ്കിൽ അതിനെ ഉദ്ദീപന വിഭാവ എന്ന് പറയും. സോ ദി വിഭാവാസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്സ്, ആലംബന വിഭാവ ആൻഡ് ഉദ്ദീപന വിഭാവ. ആലംബന വിഭാവ ഈസ് ദ പേഴ്സൺ ഓർ പേഴ്സൺസ് വിത്ത് whom emotion is manifested. Uddipana Vibhava creates the circumstances that have excited emotion. Then next point, Anubhava. Anubhava means the bodily expressions through which emotion is expressed. അപ്പോൾ ഒരു ഇമോഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രദർശിപ്പിക്കുന്ന ബോഡിലി എക്സ്പ്രഷൻസിനെ നമുക്ക് അനുഭാവ എന്ന് പറയാം. നെക്സ്റ്റ് വ്യഭിചാരി ഭാവാസ് means a series of diverse emotions that augment the dominant emotion. അപ്പോൾ പ്രകടമായ ഒരു ഇമോഷനെ കൂടാതെ സംഭവിക്കുന്ന ഇമോഷൻസിനെ നമ്മൾ വ്യഭിചാരി ഭാവാസ് എന്ന് പറയാം. ദീസ് ആർ ട്രാൻസിയൻറ്റ് ആൻഡ് മേ അപ്പിയർ ഓർ ഡിസപ്പിയർ. അത് പ്രകടമാവാം, നമുക്ക് അല്ലാതെയും കാണാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഗാർഡൻ സങ്കല്പിക്കുക. ആ ഗാർഡനിലേക്ക് ഒരു പുരുഷൻ, ഒരു മാൻ അവിടെ ഇരിപ്പുണ്ട്. അതിനടുത്തേക്ക് ഒരു വുമൺ അങ്ങോട്ട് വരുന്നുണ്ട്. ഇനി ആ സമയത്ത് ഫ്രാഗ്രൻറ്റ് ബ്രീസ് ബ്ലോ ചെയ്യുന്നുണ്ട്. ഫ്ലവേഴ്സ് ആർ ഇൻ ഫുൾ ബ്ലൂം. അപ്പോൾ ആ ഗാർഡൻ്റെ കണ്ടീഷൻ ഓർക്കുക. അതിലൊരു ഫ്രാഗ്രൻറ്റ് ബ്രീസ് അവിടെയുണ്ട്, ദെൻ അവിടെ ഒരു ഫ്ലവേഴ്സ് അവിടെയുണ്ട്, ഒരു പുരുഷൻ അവിടെ നിൽപ്പുണ്ട്, ഒരു സ്ത്രീ അങ്ങോട്ട് കടന്നു വരുന്നു. സോ ദി മാൻ ഗെയ്സസ് അറ്റ് ദി വുമൺ വിത്ത് ലവ്. അറ്റ് ദ സെയിം ടൈം ഷീ ഗ്ലാൻസസ് അറ്റ് ഹിം ആൻഡ് ബ്ലഷസ്. അതായത് പുരുഷൻ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ആ സ്ത്രീ അവരുടെ മുഖം ലജ്ജയാൽ തൊടുത്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹിയർ ദി ലവേഴ്സ്, ദി ഗാർഡൻ, ദി ഫ്രാഗ്രൻറ്റ്, ദി ബ്രീസ് ആൻഡ് ദി ഫ്ലവേഴ്സ് ആൾ ആർ കാൾഡ് വിഭാവാസ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വിഭാവ എന്ന് പറയുന്ന സങ്കല്പം ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ ഗാർഡൻ നമുക്ക് പരിശോധിക്കാം. ആ ഗാർഡൻ എന്നുള്ളത് ഒരു വസ്തുവാണ്. ഇമോഷൻ ഉണ്ടാക്കാൻ, ലവ് എന്നറിയപ്പെടുന്ന ഇമോഷൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു അനുകൂല സാഹചര്യം ഒരുക്കിയ ഒരു വസ്തുവാണ് ഗാർഡൻ. പിന്നെ അത് ഫ്രാഗ്രൻറ്റ്, ബ്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, ഇതെല്ലാം തന്നെ. പിന്നെ ആ ലവേഴ്സും രണ്ടുപേരും വിഭാവാസ് എന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ വിഭാവാസിൽ ഇതിനകത്ത് ആലംബന വിഭാവം ആരാണെന്ന് ചോദിച്ചാൽ ആ പുരുഷനും ആ സ്ത്രീയുമാണ് ആലംബന വിഭാവം. ഇനി ബാക്കിയുള്ള ബ്രീസും ഗാർഡനും ഒക്കെ ഉദ്ദീപന വിഭാവമാണെന്ന് മനസ്സിലാക്കണം. ഇനി അവിടെ പുരുഷനും സ്ത്രീയും ഉണ്ട്. അതിൽ പുരുഷനിലാണ് ദി പേഴ്സൺ ഇൻ ഹൂം ദി ഇമോഷൻ ഈസ് ക്രിയേറ്റഡ്. പുരുഷനിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇമോഷൻ ഉണ്ടായി വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അദ്ദേഹം ഈ ആലംബന വിഭാവത്തിൽ ഉൾപ്പെടുന്ന ആശ്രയ എന്ന് പറയും. ദി വുമൻ ഈസ് ഇൻ വിച്ച് ഫോർ ഇമോഷൻ ഈസ് ക്രിയേറ്റഡ്, ഫോർ ഹൂം ഇമോഷൻ ഈസ് ക്രിയേറ്റഡ്. അപ്പോൾ ആരിലാണോ ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ വിഷയ എന്ന് പറയാറുണ്ട്. അപ്പോൾ പിന്നെ വിഭാവ എന്ന് പറഞ്ഞാൽ അത് പേഴ്സൺ ആവാം, അത് കണ്ടീഷൻ ആവാം. അതിൽ ആ പേഴ്സൺ ആണെങ്കിൽ നമ്മളതിനെ ആലംബന വിഭാവം എന്ന് പറയും. ആലംബന വിഭാവത്തിൽ രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ അതിൽ ഒരാൾ ആശ്രയവും മറ്റൊന്ന് വിഷയവുമാണ്. ഏത് വസ്തുവിലാണോ ഈ പറഞ്ഞ ഇമോഷൻ ഉണ്ടാകുന്നത് അപ്പോൾ അതിനെ ആശ്രയെന്നും, ഏത് വസ്തു കാരണമാണോ ഈ പറഞ്ഞ വിഷയം ഉണ്ടാകുന്നത്, ഈ പറഞ്ഞ ഇമോഷൻ ഉണ്ടാകുന്നത് അതിനെ വിഷയ എന്ന് പറയണം. ഇനി ഈ ഫ്ലവേഴ്സും ഗാർഡനും ഒക്കെ തന്നെ ഉദ്ദീപന വിഭാവം എന്ന് പറയണം. ഇത് തന്നെയാണ് ടി.എസ്. എലിയറ്റ് പിന്നീട് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. Then next point, women glazing at the man, blushing and loving her gaze. അതെല്ലാം തന്നെ അനുഭാവാസ് എന്ന് പറയാം. ദെൻ അതർ ഇമോഷൻസ്, വിസിബിൾ ഓർ അതർ ഇൻവിസിബിൾ ആയിരിക്കുന്ന അതർ ഇമോഷൻസിനെ നമ്മൾ വ്യഭിചാരി ഭാവാസ് എന്ന് പറയാം. ദെൻ ഭാരത asserts that rasa is created in samyoga of vibhavas, anubhavas and vyabhichari bhavas. All human beings possess 8 sthayi bhavas, means dominant or permanent emotions, and 33 sanchari bhavas. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ 8 സ്ഥായി ഭാവങ്ങളും അല്ലെങ്കിൽ പെർമനൻറ്റ് ഇമോഷൻസും ഉണ്ട്. അതുപോലെ തന്നെ 33 സഞ്ചാരി ഭാവങ്ങളുമുണ്ടെന്ന് ഭരതമുനി പറയുന്നുണ്ട്. അതിൽ സ്ഥായി ഭാവങ്ങളിൽ നിന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന രസം ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. സ്ഥായി ഭാവം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് രസം ഉണ്ടായി വരികയുള്ളൂ എന്ന് ഭരതമുനി പറയുന്നുണ്ട്. 8 സ്ഥായി ഭാവങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അത് സ്ഥായി ഭാവങ്ങൾ ഇതൊക്കെയാണ്: രതി, ഹാസ, ശോക, ക്രോധ, ഉത്സാഹ, ഭയ, ജുഗുപ്സ, വിസ്മയ. ഇത്രയാണ് മനുഷ്യൽ കാണപ്പെടുന്ന സ്ഥായി ഭാവങ്ങൾ: രതി, ഹാസ, ശോക, ക്രോധ, ഉത്സാഹ, ഭയ, ജുഗുപ്സ, വിസ്മയ. ഇനി ഭയത്തിൽ നിന്ന്, രതി എന്ന ഭാവത്തിൽ നിന്ന് ഉണ്ടാകുന്ന രസം ഏതാണെന്ന് ചോദിച്ചാൽ ശൃംഗാര. ദെൻ ഹാസയിൽ നിന്ന് ഉണ്ടാകുന്ന, ഹാസ എന്ന ഭാവത്തിൽ നിന്നുണ്ടാകുന്ന രസം ഹാസ്യ, മീൻസ് ദ കോമിക്. ശോക എന്ന ഭാവത്തിൽ നിന്ന്
ഉണ്ടാകുന്ന രസം കരുണ രസം, ദി കമ്പാഷനേറ്റ്. ക്രോധ എന്ന ഭാവത്തിൽ നിന്ന് രൗദ്ര മീൻസ് ദി ഫ്യൂറിയസ്. ഉത്സാഹ നിന്നുണ്ടാകുന്നത് വീരരസമാണ്, ദി ഹീറോയിക്. ഭയ എന്ന ഭാവത്തിൽ നിന്ന് ഭയാനക മീൻസ് ദി ടെറിബിൾ. ജുഗുപ്സ എന്ന ഭാവത്തിൽ നിന്ന് ബീഭത്സ, ദി റിപ്പൾസീവ്. വിസ്മയ എന്ന ഭാവത്തിൽ നിന്ന് അത്ഭുത മീൻസ് ദി മാർവലസ്. സോ ഭാവം ഇതൊക്കെയാണ്. രതിഹാസ ശോക ക്രോധ ഉത്സാഹ ഭയ ജുഗുപ്സ വിസ്മയ. അതിൽ നിന്നുണ്ടാകുന്ന രസം ഇങ്ങനെയാണ്: ശൃംഗാര ഹാസ്യ കരുണ രൗദ്ര വീര ഭയാനക വിഭത്സ അത്ഭുത. ഇത്രയാണ് രസങ്ങൾ. പിന്നീട് വന്ന എസ്തറ്റിക്സ് ഒരു പുതിയ രസം കൂടെ, 9ാമത് രസം കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ രസം ശാന്തരസമാണ്, ദി സെറീൻ ആണ്. പിന്നെ അത് വൈരാഗ്യം എന്നറിയപ്പെടുന്ന ഭാവത്തിൽ നിന്ന് ഉണ്ടായി വരുന്നതാണെന്ന് പുതിയ എസ്തറ്റിക്സ് എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി പുതിയ എസ്തറ്റിക്സ് പറയുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ രസവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് കോൺട്രിബ്യൂഷൻ ചെയ്ത എസ്തറ്റീഷ്യൻസ് ഇവരൊക്കെയാണ്. ആനന്ദവർദ്ധന ഡിസ്കസ്ഡ് രസ എക്സ്റ്റെൻസീവ്ലി. ഭാമക റൈറ്റ് അബൌട്ട് കാവ്യരസ മീൻസ് ദ ഫ്ലേവർ ഓഫ് poetry. Dantin wrote about Rasavada Alankara means the figure of speech or Madhurya Riti. Dantin says that the Mahakavya or epic should be inspired by Rasa or Bhava. He seems familiar with the argument that the dominant emotions in our subconscious are expressed as Rasa. Then another aesthetician Vamana considers Rasa is a significant quality of literature. He calls it as Kanti. Then Utpada acknowledged the presence of rasa as a concept of Rasavada Alankara. He says a piece of kavya can be considered living only if inspired by rasa. Then Rudrada also acknowledged the intimate relationship between kavya and rasa. Kshamendra proposed Aujitya means propriety theory. Then Acharya Vishwanatha considers guna, dosha and alankara as part of rasa. ഇനി മറ്റൊരു ഭാഗത്തിലേക്ക് പോകാം. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഈ ദാസ്ഗുപ്തയെ പറ്റിയും അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന രസം എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റുമാണ്. അതായത് മറ്റുള്ള ഭരതമുനി ഉൾപ്പെടുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്ന എസ്തറ്റിഷ്യൻസ് പറഞ്ഞിരിക്കുന്ന രസം എന്താണെന്നും ഇനി അതിൻ്റെ കോമ്പിനേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇതുവരെ സംസാരിച്ചത്. ഇനി അടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ രസം എന്ന കൺസെപ്റ്റിൻ്റെ എക്സ്പ്ലനേഷനാണ്. അതായത് ഈ രസം എന്തുകൊണ്ടുണ്ടാകുന്നു അല്ലെങ്കിൽ ആരിലുണ്ടാകുന്നു എന്ന് പറഞ്ഞ രസസൂത്രത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ് അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രസസൂത്രം വ്യാഖ്യാനം നടത്തുന്നത് പ്രധാനമായും 4 പേരാണ്. ഒന്ന് ഭട്ട ലൊല്ലട, രണ്ടാമത് ആൾ ശ്രീ ശങ്കുക, 3 ഭട്ടനായക, 4 അഭിനവഗുപ്ത. ഇത് കൂടാതെ ആചാര്യ മമ്മട, ഭട്ടതാത്വ എന്നിവരുടെ കോൺട്രിബ്യൂഷൻസും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഭട്ട ലൊല്ലടയുടെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൺസെപ്റ്റ് ഉത്പത്തിവാദം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, തിയറി ഓഫ് പ്രൊഡക്ഷൻ. ശ്രീ ശങ്കുക തിയറി ഓഫ് ഇൻഫറൻസ് അല്ലെങ്കിൽ അനുമിതിവാദം അല്ലെങ്കിൽ അനുമാനവാദം എന്ന് പറയാറുണ്ട്. ഭട്ടനായക ഭുക്തിവാദം എന്നാണ് അറിയപ്പെടുന്നത്, തിയറി ഓഫ് എസ്തെറ്റിക് എൻജോയ്മെൻറ്റ്. ദെൻ അഭിനവഗുപ്ത തിയറി ഓഫ് മാനിഫെസ്റ്റേഷൻ മീൻസ് അഭിവ്യക്തിവാദം എന്ന് പറയാറുണ്ട്. അപ്പോൾ പ്രധാനമായും 4 പേരാണ്. ഭട്ടലൊല്ലട തിയറി ഓഫ് പ്രൊഡക്ഷൻ ഉൽപ്പത്തിവാദം, ശ്രീ ശങ്കുക തിയറി ഓഫ് ഇൻഫറൻസ് മീൻസ് അനുമാനവാദം, ഭട്ടനായക തിയറി ഓഫ് എസ്തെറ്റിക് എൻജോയ്മെൻറ്റ് ഭുക്തിവാദം, അഭിനവഗുപ്ത തിയറി ഓഫ് മാനിഫെസ്റ്റേഷൻ അഭിവ്യക്തിവാദം. ഇത് കൂടാതെ ആചാര്യ മമ്മടയും ഭട്ടതത്വയുടെയും കോൺട്രിബ്യൂഷൻസും സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ 3 കൺസെപ്റ്റുകൾ ഓർത്ത് വയ്ക്കണം. അതായത് ഒരു കഥാപാത്രം, ഒരു നാടകം എന്ന് സങ്കല്പിച്ചിട്ടാണ് അല്ലെങ്കിൽ നാടകത്തിനെ ബേസ് ചെയ്താണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. അപ്പോൾ നാടകത്തിൻ്റെ കഥാപാത്രമുണ്ട്, ആ കഥാപാത്രം അവതരിപ്പിക്കുന്ന നടനുണ്ട്, ഇനി രസം അനുഭവിക്കുന്ന പ്രേക്ഷകനുണ്ട്. അപ്പോൾ 3 പേരുടെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ 3 പേരുടെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ എസ്തറ്റീഷ്യൻസും ഓരോന്നിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതായത് രസം ഉണ്ടാകുന്നത് എവിടെയാണ് അല്ലെങ്കിൽ രസം അനുഭവിക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് അത് കഥാപാത്രത്തിലാണ് അല്ലെങ്കിൽ ക്യാരക്ടറിലാണെന്ന് പറയുന്ന വാദമുണ്ട്. ഇനി ക്യാരക്ടറിൽ നിന്ന് ആക്ടറിലേക്ക് രസം ഇൻഫർ ചെയ്യുന്നു എന്ന് പറയുന്ന മറ്റൊരു കൺസെപ്റ്റുണ്ട്.
ഇനി ഇതൊന്നുമല്ല, സ്പെക്റ്റേറ്റർ, അദ്ദേഹത്തിനെ, ആ സ്പെക്റ്റേറ്ററിനെ സഹൃദയ എന്നാണ് പറയുന്നത്. സഹൃദയ എന്ന് വെച്ചാൽ ആ പറഞ്ഞ രസം സ്വീകരിക്കാൻ തയ്യാറായുള്ള ആൾ. ചുമ്മാ ഒരു കാര്യം കണ്ടുകൊണ്ടിരുന്ന സ്പെക്റ്റേറ്റർ ആവില്ല, അത് മനസ്സിലാക്കാൻ തയ്യാറുള്ള വ്യക്തി എന്ന അർത്ഥത്തിലാണ് സഹൃദയ എന്നൊരു വാക്ക് പറയുന്നത്. സോ 3 പേരുടെ ചിത്രം നമുക്ക് ഇത് ഓർമ്മയിൽ വരണം. ക്യാരക്ടർ, ദെൻ ആക്ടർ, ദെൻ സഹൃദയ. സോ ഓരോ എസ്തറ്റിഷ്യൻസും ഓരോന്നിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭട്ട ലൊല്ലടയുടെ തിയറി ഉത്പത്തിവാദം ആണ്, തിയറി ഓഫ് പ്രൊഡക്ഷൻ. ഇനി അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, ഈ പറഞ്ഞ രസം ഉണ്ടാവുന്നത് ഭരതമുനി പറയുന്നത് പോലെ കോമ്പിനേഷൻ ഓഫ് വിഭാവ മീൻസ് കോസ്, അനുഭാവ മീൻസ് എക്സ്പ്രഷൻ, ആൻഡ് വ്യഭിചാരി ഭാവ മീൻസ് ട്രാൻസിറ്ററി ഇമോഷൻസ്. അതിലൂടെയാണ് രസമുണ്ടാകുന്നത്, അല്ലെങ്കിൽ എസ്തെറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. പക്ഷേ ആ എസ്തെറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് ആ ക്യാരക്ടറിലാണെന്ന് പറയുന്നുണ്ട്. ആ ക്യാരക്ടറിൽ നിന്ന് ആക്ടറിലേക്ക് അത് അനുകരിക്കപ്പെടുന്നു, മിമിസിസ്. അപ്പോൾ ഈ പറഞ്ഞ മിമിസിസും ഒക്കെ നമുക്ക് പ്ലേറ്റോയും അല്ലെങ്കിൽ അരിസ്റ്റോട്ടിലുമായിട്ട് കണക്ട് ചെയ്തൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ക്യാരക്ടറിൽ രസമുണ്ടാവുകയും അത് ആക്ടറിലേക്ക് അനുകരിക്കപ്പെടുകയും ചെയ്യുന്നു, ആക്ടർ അനുകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. സോ ഇങ്ങനെ പറയാം, അക്കോർഡിംഗ് ടു ഭട്ടലുള്ളട രസ ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ രസം ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്നൊരു ഒരു വസ്തുതയാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് വാക്ക് ഉൽപ്പത്തിവാദം എന്ന് പറയുന്നത്. സോ രസ ഈസ് പ്രൊഡ്യൂസ്ഡ്. He suggests that by combining vibhava, anubhava and vyabhichari bhava, one can generate rasa, means aesthetic experience. That is, the dominant emotions combined with the vibhava and vyabhichari bhava to produce rasa. Bhattacharya primarily locates rasa in the character rather than directly in the spectator. The actor imitates or represents the character. സോ ഇവിടെ ക്യാരക്ടറിനെ അനുകാര്യ എന്നൊരു വാക്കുകൊണ്ട് പറയാറുണ്ട്, ആക്ടറിനെ അനുകർത്ത എന്നൊരു വാക്കുകൊണ്ട് പറയാറുണ്ട്. സെക്കൻഡ് കൺട്രിബ്യൂട്ടർ ശ്രീ ശങ്കുക. ഹിസ് തിയറി ഓഫ് ഇൻഫറൻസ് മീൻ അനുമാനം. അദ്ദേഹം രസം അനുമാനിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു എക്സാമ്പിൾ അദ്ദേഹം പറയാറുണ്ട്, എത്ര ധൂമ തത്ര അഗ്നി എന്ന് പറയും. എന്ന് വെച്ചാൽ പിന്നെ അവിടെ പുകയുണ്ടെങ്കിൽ അവിടെ തീ ഉണ്ടെന്ന് അനുമാനിക്കണം, പുകയുണ്ടെങ്കിൽ തീയുണ്ടെന്ന് അനുമാനിക്കണം. സോ രസം അവിടെ അനുമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് രസം ആരാണ് അനുമാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ആക്ടറാണ് അനുമാനിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഭട്ടലുള്ളടൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് രസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ക്യാരക്ടറിലാണെങ്കിൽ, ഈ ശങ്കുകൻ പറയുന്നത് രസം അനുമാനിക്കപ്പെടുകയാണ്, ഉൽപ്പാദിക്കപ്പെടുന്നതെന്ന് പറയുന്നില്ല, അവിടെ അനുമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് രസം അനുമാനിക്കപ്പെടുന്നത്, ഇൻഫർ ചെയ്യുന്നത് അത് ക്യാരക്ടറിൽ നിന്ന് മാറി ആക്ടറിലേക്കാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു ശ്രീ ശങ്കുക, രസ ഈസ് എക്സ്പീരിയൻസ്ഡ് ത്രൂ ഇൻഫറൻസ്. He consolidated this based on Nyaya Darshana. The spectator does not directly experience the character's actual emotion. Instead, the spectator infers the emotion from the actor's representations. Sri Shanguga uses the idea of anukarana or imitation. The actor imitates or represents the character's behavior. Through this representation or imitation, the spectator recognizes the character and infers the emotional state. Sri Shanguga draws a comparison between painting and illumination of aesthetic emotion. അത് ചിത്രതുരക ന്യായം എന്ന പേരിൽ വളരെ പ്രശസ്തമാണ്. ഒരു പെയിൻറ്റിങ് കാണുന്ന സമയത്ത് അത് ഒരു കുതിരയുടെ പെയിൻറ്റിങ് കാണുന്ന സമയത്ത് അത് യഥാർത്ഥ കുതിരയാണോ അല്ലെങ്കിൽ യഥാർത്ഥ കുതിര അല്ലേ എന്ന രീതിയിൽ 2 രീതിയിലുള്ള ഒരു ഇമോഷൻസ് അവിടെ ഉണ്ടാവാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ് സ്ഥാപിക്കുകയാണ്. ഹി സേസ് ദാറ്റ് ജസ്റ്റ് എ പെയിൻറ്റഡ് ഹൗസ് ക്യാൻ ബി കൺസിഡേർഡ് ബോത്ത് എ ഹൗസ് ഓർ നോട്ട് എ ഹൗസ്. ദാറ്റ് ഈസ് എസ്തെറ്റിക് എക്സ്പീരിയൻസ് ക്യാൻ ബി ബോത്ത് റിയൽ ഓർ അൺറിയൽ. ഇനി അടുത്തൊരു കൺസെപ്റ്റ് ഭട്ടനായകൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ തിയറി, പ്രശസ്തമായ തിയറി ഭുക്തിവാദം എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകം ഹൃദയ ദർപ്പണമാണ്. ഇനി എസ്തെറ്റിക് എൻജോയ്മെൻറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിനെ ഭുക്തിവാദം എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തിൽ ചില ഇമോഷൻസ്, ലോക്കൽ ഇമോഷൻസ് ഉണ്ടായിരിക്കും. ആ ലോക്കൽ ഇമോഷൻസിനെ യൂണിവേഴ്സലൈസ് ചെയ്ത് ജനറൽ ഇമോഷൻസാക്കി മാറ്റണം. എന്നിട്ട് ആ ജനറൽ ഇമോഷൻസായിട്ട് മാറ്റുന്ന ആ പ്രക്രിയയെ അദ്ദേഹം വിളിച്ച പേര് ഭാവകത്വ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അത് യൂണിവേഴ്സലൈസേഷൻ എന്ന് പറയാറുണ്ട്. ഇനി ആ യൂണിവേഴ്സലൈസ് ചെയ്ത ആ പറഞ്ഞിരിക്കുന്ന ഇമോഷൻസിനെ ദി സ്പെക്റ്റേറ്റർ ഓർ സഹൃദയ രുചിക്കുകയാണ് ചെയ്യുന്നത്.
അല്ലെങ്കിൽ ഉണ്ണുകയാണ്, ഭോജിക്കപ്പെടുകയാണ്, ഭോജകത്വ എന്നൊരു കൺസെപ്റ്റ് കൊണ്ട് പറയണം. സോ 2 സ്റ്റേജസാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ പ്രൈമറി ഇമോഷൻസ് അല്ലെങ്കിൽ ലോക്കൽ ഇമോഷൻസിനെ ഭാവകത്വയിലൂടെ അല്ലെങ്കിൽ സാധാരണീകരണയിലൂടെ അല്ലെങ്കിൽ യൂണിവേഴ്സലൈസേഷനിലൂടെ അത് ജനറൽ ഇമോഷൻസ് ആക്കി മാറ്റിയെടുക്കുക. അതായത് എല്ലാ ആൾക്കാർക്കും ഉൾക്കൊള്ളുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക. ആ സ്റ്റെപ്പിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് മാറ്റിയെടുക്കുന്ന ആ സ്റ്റെപ്പിനെ യൂണിവേഴ്സലൈസേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ഭാവകത്വ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇനി അങ്ങനെ ഭാവകത്വ ചെയ്ത ജനറൽ ഇമോഷൻസിനെ ദി സ്പെക്ടേറ്റർ ഓർ സഹൃദയ അത് രുചിക്കുകയാണ്, അതിൽ നിന്ന് രസം രുചിക്കുകയാണ് ചെയ്യുന്നത്. സോ ഭോജകത്വ, രണ്ടാമത്തെ സ്റ്റെപ്പ് ഭോജകത്വം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ ഭട്ടനായികയുടെ തിയറി നോക്കുന്ന സമയത്ത് 2 കൺസെപ്റ്റ് നോക്കി വയ്ക്കണം, ഭാവകത്വയും ഭോജകത്വയും, പിന്നെ യൂണിവേഴ്സലൈസേഷൻ എന്നൊരു കൺസെപ്റ്റും. സോ അക്കോർഡിംഗ് ടു ഭട്ടനായക, രസ ഈസ് നോട്ട് സംതിങ് ദാറ്റ് ലിറ്റററി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആക്ടർ ഓർ inferred by the spectator. Instead, rasa is enjoyed, means bhukti, by the sensitive spectator, means sahridaya. He introduces the terms bhavagatva and bhojagatva. Bhavagatva means the power of universalizing the emotions presented in poetry or drama. According to Bhattanayaka, the emotions shown in a drama initially belonging to particular characters. Through Bhavagatva, their personal and particular aspects are removed and the emotion becomes universal. This process is closely associated with the Sadharanikaran or universalization. Then Bhojagatva means the power through which the spectator enjoys or relishes the universalized emotion as rasa. രസത്തിൻ്റെ രൂപത്തിൽ അത് എൻജോയ് ചെയ്യുന്നു. After the emotion has been universalized, through Bhavagatva, the spectator becomes capable of aesthetic enjoyment of the emotion. The audience, while watching a performance, identifies completely with the character and thus loses their individual identity. The character, the actor, the sahridaya become one. Their emotions are universal, going beyond personal opinions and prejudices. Universalization occurs in 2 modes. Number 1, the work of art presents before us emotion and situations. ഒരു ആർട്ട് വർക്ക് നമ്മളെ മുൻപാകെ ഇമോഷനും സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് യൂണിവേഴ്സലൈസേഷൻ കൊണ്ടുവരാം. ദീസ് ഇമോഷൻസ് ആൻഡ് സിറ്റുവേഷൻസ് ആർ യൂണിവേഴ്സലൈസ്ഡ് ആൻഡ് മെയ്ഡ് അപ്പീലിംഗ് ടു ദ എൻറ്റയർ ഓഡിയൻസ്. Then second mode, the artistic enlightenment reveal itself in different minds in a universalized manner. അപ്പോൾ അങ്ങനെ 2 രീതിയിൽ 2 മോഡ്സിൽ നമുക്ക് യൂണിവേഴ്സലൈസേഷൻ കൊണ്ടുവരാം. Although different people perceive the work in different ways, the work does not know or show any local characteristics. Hence, the overall perception by people remains universal. Then Bhattanayaka explained de-individualization and Sadharanikaran or universalization occurs through abhida, means artha manasilakkua അല്ലെങ്കിൽ denotation, then ഭാവകത്വ ആൻഡ് ഭോജകത്വ. അപ്പോൾ ഭട്ടനായിക കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, യൂണിവേഴ്സലൈസേഷൻ കൊണ്ടുവരുന്നത് അഭിതയിലൂടെയാണ്, എന്ന് വെച്ചാൽ അർത്ഥ ഗ്രഹിച്ചുകൊണ്ടാണ് അത് വരുന്നത്. അഭിതയും ഭാവകത്വയും ഭോജകത്വയാണ് ലൂടെയാണ് രസം വരുന്നത്, സഹൃദയിലുണ്ടായി വരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഇനി 4ാമത്തെ കോൺട്രിബ്യൂട്ടർ അഭിനവ ഗുപ്ത. അദ്ദേഹത്തിൻ്റെ തിയറി അറിയപ്പെടുന്ന പേര് അഭിവ്യക്തിവാദമെന്നാണ്. അഭിവ്യക്തി എന്ന് വെച്ചാൽ അത് മൂടി മാറ്റുക, റിവീൽ ചെയ്യുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് മൂടി മാറ്റുക. അപ്പോൾ മൂടി മാറ്റി രസം പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ രസം ഉള്ളിലുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആ രസം ഉള്ളിലുണ്ടായിരിക്കുന്ന ആ കൺസെപ്റ്റിനെ, അത് സഹൃദയനിലാണ് ഉണ്ടായിരിക്കേണ്ടത്. അതിനെ അദ്ദേഹം വാസനകൾ എന്ന് പറഞ്ഞു. വാസനകൾക്ക് മറ്റൊരു പേര് ഇമോഷൻ ഇമ്പൾസ് കോംപ്ലക്സ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും രസം ആസ്വദിക്കാൻ പറ്റില്ല, അത് സഹൃദയനിൽ മാത്രമേ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സഹൃദയൻ അത് ആസ്വദിക്കണമെങ്കിൽ, സഹൃദയൻ രസം ഇങ്ങനെ മൂടി മാറ്റി പുറത്ത് വരണമെങ്കിൽ സഹൃദയന് വാസനകൾ ഉണ്ടായിരിക്കണം. ആ പറഞ്ഞിരിക്കുന്ന രസം ആസ്വദിക്കാനുള്ള വാസന ഉണ്ടായിരിക്കണം. അതിന് അദ്ദേഹം ഇമോഷൻ ഇമ്പൾസ് കോംപ്ലക്സ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പോൾ ഇതുവരെ പറഞ്ഞ 4 കോൺട്രിബ്യൂട്ടറായിട്ട് നോക്കുന്ന സമയത്ത് ലൊല്ലടൻ പറഞ്ഞിരിക്കുന്നത് രസം ക്യാരക്ടറിൽ ഉണ്ടാകുന്നുണ്ടെന്നാണ്. അതിനുശേഷം ക്യാരക്ടർ ഉണ്ടാവുന്നെന്ന് പറഞ്ഞു. ശങ്കുകൻ പറഞ്ഞത് രസം ഇൻഫർ ചെയ്യുന്നു, അത് ആക്ടറിലേക്ക് ഇൻഫർ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ഭട്ടനായകൻ പറഞ്ഞിരിക്കുന്ന രസം രുചിക്കാനാണ്, ഭോജകത്വത്തിലൂടെയാണ് രസം രുചിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അഭിനവഗുപ്തൻ പറയുന്നത് അത് രസം സഹൃദയനിലാണ് വരേണ്ടത്, പക്ഷേ അദ്ദേഹത്തിന് വാസനകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇമോഷൻ ഇമ്പൾസ് കോംപ്ലക്സ് ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
Abhinavagupta's theory of manifestation. According to Abhinavagupta, Anubhavas constantly changing. Anubhavas constantly changing. They are not simultaneous with the Sthayi Bhavas or dominant emotions. However, they interact with the dominant emotions due to their presence in the subconscious as innate qualities of mind. These qualities are called a vasana or impression. Vasana refers to the motivation within us that propels us to find enjoyment in the particular way. It is a complex integration of emotion and impulse. Human beings have many emotion impulse complexes or vasanas. അതായത് ഹ്യൂമൻ ബീയിങ്ങിൽ സഹൃദയന് ചില ഇമോഷൻ ഇമ്പൾസ് കോംപ്ലക്സസ് ഉണ്ടായിരിക്കണം. അതിന് അദ്ദേഹം വാസനകളെന്ന് പറഞ്ഞു. സം ഓഫ് ദം റിമൈൻ ഡോർമെൻറ്റ് മീൻസ് നിഷ്ക്രിയമായ അണ്ടിൽ ദേ ആർ ആക്ടിവേറ്റഡ് ബൈ എക്സ്റ്റേണൽ സ്റ്റിമുലൈ. അപ്പോൾ പുറത്തുനിന്നൊരു സ്റ്റിമുലൈ കിട്ടുന്നത് വരെ അങ്ങനെയുള്ള ഇമോഷൻ ഇമ്പൾസ് കോംപ്ലക്സുകൾ അല്ലെങ്കിൽ വാസനകൾ ഡോർമെൻ്റ് ആയിരിക്കും, നിഷ്ക്രിയമായി കിടക്കും. ദെൻ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ വിവരണം, ഡെലിനേഷൻ വരയ്ക്കുക, ആൻഡ് ഇമിറ്റേഷൻ ലീഡ് ടു ക്രിയേഷൻ ഓഫ് അതർ കോംപ്ലക്സസ്. അപ്പോൾ ആ ഇമോഷൻ ഇമ്പൾസ് കോംപ്ലക്സിൽ നിന്ന് എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആയ ഡിസ്ക്രിപ്ഷനിലൂടെയോ ഡെലിനേഷനിലൂടെയോ ഇമിറ്റേഷനിലൂടെയോ പുതിയ കോംപ്ലക്സുകളുണ്ടാവും. ഈ പുതിയ കോംപ്ലക്സുകളാണ് രസം എന്ന ഒരു അനുഭവം ക്രിയേറ്റ് ചെയ്യുന്നത്. based on the other complexes based on already existing emotional impulse complexes. The newly created second type of emotional complex belonging to new order of reality. It is not directly connected to the kleshas or afflictions. The idea of imitation is not accepted as the main explanation of aesthetic experience. Abhinavagupta argues that rasa is not produced by simply imitating a character or an emotion. He says that rasa is experienced, not merely copied. Rasa aswadana chamatkara charvana. Rasa aswadana chamatkara charvana. Abhinavagupta challenges Bhattanayaka's view of bhavagatva and pojagatva. Abhinavagupta introduced a universal emotion theory. In ordinary life, emotions are connected with local particular situations or pathological symptoms. When all particular emotions are removed and then it becomes universal, then the Sahridaya is ready to experience the rasa. Thus, the experience of rasa is the experience of a pure sentiment devoid of all its local characters or situation. അത് നേരത്തെ പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണത്. Then Abhinavagupta detailed the concept of chamatkara അല്ലെങ്കിൽ അലൗകിക or transcendental. Chamatkara is the special aesthetic attitude of the mind produced by the fusion of universal aesthetics situation and the aroused emotion motive complexes. The aesthetic pleasure arising out of it, the bodily manifestations of the enjoyment, the special mental functions by which the whole thing is enjoyed. Abhinavagupta's view of rasa has been accepted as the final word in discussions of rasa theory. ദെൻ അതർ രണ്ട് കോൺട്രിബ്യൂട്ടേഴ്സിനെ പറ്റി കൂടെ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്, ഈ എസ്സേയിൽ പറയുന്നുണ്ട്. അതിൽ ഒന്ന് മമ്മടയുടെ കാവ്യപ്രകാശം എന്ന പുസ്തകത്തിനെ പറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട്, അത് ബാക്കിയുള്ള തിയറീസിന് സപ്ലിമെൻ്ററിയാണ്. പിന്നെ ഒരാൾ ഭട്ടതാത്വ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകം കാവ്യ കൗതുകം. അതിൽ മമ്മടൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് പറയുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്നതായിട്ട് സിമിലാരിറ്റി ഉള്ളത് തന്നെയാണ്. മമ്മട ആർഗ്യൂസ് ദാറ്റ് ദി ഡോമിനൻറ്റ് ഇമോഷൻ ഈസ് ജനറേറ്റഡ് ബൈ ദ വിഭാവാസ് ആൻഡ് എക്സ്പ്രസ്ഡ് ത്രൂ അനുഭാവാസ് ഫർദർ എൻഹാൻസ്ഡ് ബൈ വ്യഭിചാരി ഭാവാസ്. അപ്പോൾ ഡോമിനൻറ്റ് ഇമോഷൻസ് വിഭാവത്തിലുണ്ടായി അനുഭാവത്തിലൂടെ ഫർദർ എൻഹാൻസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യുന്നു, പിന്നെ അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി വ്യഭിചാരി ഭാവസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനിഷ്യലി ദി ഡോമിനൻറ്റ് ഇമോഷൻ മാനിഫെസ്റ്റ് ദി ക്യാരക്ടർ ആൻഡ് is then transmitted to the actor during imitation. Finally, the emotion reaches the audience, creating rasa in audience. Mammada opposes Bhattalallada's argument that vibhavas and rasa are in cause-effect relationship. According to him, it is difficult to consider vibhavas as nimitta karanam. The dominant emotions in the subconscious become rasa only when they are aesthetically presented. Rasa is generally not stated directly, it is suggested through Vyanjana.
അപ്പോൾ വ്യംഗ്യത്തിലൂടെയാണ് രസം ഉണ്ടാവുന്നതെന്ന് മമ്മടൻ ഒരു പുതിയ കോൺട്രിബ്യൂഷനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അഭിധയിലൂടെയാണ് രസം ഉണ്ടാവുന്നതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതല്ല, വ്യംഗ്യത്തിലൂടെയാണ് രസം ഉണ്ടാവുന്നതെന്ന് മമ്മടൻ പറയുന്നു. ദെർഫോർ രസ ആസ്വാദനം ഈസ് വൺ ഓഫ് ദി ഹയസ്റ്റ് ഫോംസ് ഓഫ് പൊയറ്റിക് എക്സലൻസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഭട്ടതാത്വയുടെ അഭിപ്രായം ഇങ്ങനെയാണ്. Bhattatatwa was Abhinavagupta's teacher in dramaturgy and aesthetics. Bhattatatwa recognized the importance of acting and representation in making the emotions presented in drama accessible to audience. The actor represents the emotional states of the dramatic character, which enables the spectator to experience rasa. Bhattatatwa emphasized that rasa is the central purpose and essence of dramatic art. He gave importance to the sensitive spectator or Sahrdaya. Rasa is ultimately realized through the spectator's aesthetic experience. The audience see the character in the artistic creation. The actor stands somewhere between pure actuality and pure ideality. The process experienced Rasa is called Rasa Aswadana Chamatkara Charvana. അപ്പോൾ ഇത് ഭട്ടധാത്വം എന്ന് വെച്ചാൽ അത് അഭിനവഗുപ്തൻ്റെ അധ്യാപകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഭട്ടധാതുവിൻ്റെ സിദ്ധാന്തങ്ങൾ തന്നെയാണ് അഭിനവഗുപ്തൻ്റെതായി പിന്നെ സ്വാധീനിച്ചിരിക്കുന്ന സിദ്ധാന്തങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏറ്റവും ചുരുക്കത്തിൽ ഇത്രയും പറഞ്ഞാൽ, അതായത് നമ്മൾ ഇതുവരെ സംസാരിച്ചത് ദി തിയറി ഓഫ് രസ എന്നറിയപ്പെടുന്ന ഒരു എസ്സയെ പറ്റി. ആ എസ്സയുടെ സുരേന്ദ്രനാഥ് ദാസ് ഗുപ്തയെ പറ്റി ആദ്യം സംസാരിച്ചു. പിന്നെ രസം എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ പറ്റി ഭരതമുനി പറഞ്ഞ കാര്യങ്ങളും, പിന്നെ ഭാവത്തിനെ പറ്റി, വ്യത്യസ്ത തരം ഭാവങ്ങളെ പറ്റി സംസാരിച്ചു. അതിനുശേഷം രസസൂത്രത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ, അതിലെ 4 പേരുടെ വ്യാഖ്യാനങ്ങളാണ് പ്രശസ്തമായിട്ടുള്ളത്. ഭട്ടലൊല്ലടൻ്റെ ഉത്പത്തിവാദവും ശ്രീ ശങ്കുകൻ്റെ അനുമിതിവാദം, ഭട്ടനായക ഭുക്തിവാദം, അഭിനവഗുപ്ത തിയറി ഓഫ് മാനിഫെസ്റ്റേഷൻ. അതുകൂടാതെ ഇത് സപ്ലിമെൻ്ററി ആയിട്ട് പറയുന്ന മമ്മടൻ്റെ കോൺട്രിബ്യൂഷനും ഭട്ടതാത്വൻ്റെ കോൺട്രിബ്യൂഷനും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഒരു കൺസെപ്റ്റ് ഇത് ഈ പറഞ്ഞിരിക്കുന്ന എസ്സേയിൽ പറഞ്ഞിരിക്കുന്നത് കമ്പാരിസൺ ഓഫ് വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ എസ്തെറ്റിക്സ്. വെസ്റ്റേൺ എസ്തെറ്റിക്സും ഇന്ത്യൻ എസ്തെറ്റിക്സും തമ്മിലുള്ള കമ്പാരിസൺ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം ഇമിറ്റേഷൻ ഇൻ ഡ്രമാറ്റിക് പെർഫോമൻസ്. ഇനി രണ്ടാമത്തെ കാര്യം ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അതിലാദ്യം ഇമിറ്റേഷൻ ഇൻ ഡ്രമാറ്റിക് പെർഫോമൻസിനെ പറ്റിയാണ്. വെസ്റ്റേൺ എസ്തെറ്റിക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അരിസ്റ്റോട്ടിൽ കൺസിഡേഴ്സ് പോയട്രി ആസ് ഇമിറ്റേഷൻ ഓർ മിമസിസ്. Aristotle held it in high regard. He argued that poetry imitates things such as they are represented and as are ought to be, while Plato rejected mimesis, arguing that it creates inferior copies. അപ്പോൾ വെസ്റ്റേൺ എസ്തെറ്റിക്സിൽ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഫിലോസഫറിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഇമിറ്റേഷൻ അല്ലെങ്കിൽ മിമസിസിന് അനുകൂലിച്ച് പറഞ്ഞ ആളാണ്. അതേസമയം പ്ലാറ്റോ എന്നുള്ളത് മിമിസിസ് എന്നൊരു കൺസെപ്റ്റ് അനുകരിക്കുക എന്നൊരു കൺസെപ്റ്റിനെ എതിർത്ത ഒരാളാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ എസ്തെറ്റിക്സിൽ ഭട്ടലൊല്ലടൻ പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ്. അവിടെ അനുകരണത്തിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതേസമയം അഭിനവഗുപ്തൻ അനുകരണത്തിനെ എതിർത്ത് സംസാരിച്ച ആളാണ്. Bhattacharya assert that the vibhavas, anubhavas and vibhichari bhavas are presented by the actors by mimicking the characters and their sentiments. They produce a situation of reality by imitating the characters in the play. The dominant emotion is primarily created in the character. The actor then imitates this emotion when he puts on the character's role and thus transfers this emotion to the audience, creating rasa. പക്ഷേ അഭിനവഗുപ്തൻ്റെ അഭിപ്രായം വ്യത്യാസമാണ്. അഭിനവഗുപ്ത opposes this view. He maintains imitation can produce only laughter. Besides, we imitate something only when the imitated event cannot be completely done. He argues that the alambana vibhavas and uddipana vibhavas, which are responsible to excite emotions, are facts and entities. അപ്പോൾ ഈ 2 വിഭാവാസും അത് ഫാക്ട് അല്ലെങ്കിൽ എൻറ്റിറ്റീസ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു അഭിനവഗുപ്ത ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഇമിറ്റേറ്റ് ഫാക്ട്സ് ആൻഡ് എൻറ്റിറ്റീസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ഇമിറ്റേഷൻ അദ്ദേഹം എതിർത്തതെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. ഈ പറഞ്ഞ വിഭാവം എന്ന് പറയുന്ന സങ്കല്പം അത് ഫാക്റ്റും എൻറ്റിറ്റി എന്ന് വെച്ചാൽ സത്ത അല്ലെങ്കിൽ ഉണ്മ എന്നാണ്. അതിനെ ഒരിക്കലും അനുകരിക്കാൻ പറ്റുന്നതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഓൾസോ ഹി ഒപ്പൈൻസ് ദാറ്റ് മെൻ്റൽ ഫീലിങ്സ് കനോട്ട് ബി ഇമിറ്റേറ്റ്. ശരിയാണ്. അപ്പോൾ അതായത് നമുക്ക് എക്സ്റ്റേണലായിട്ട് കാണുന്ന ബിഹേവിയർ മാത്രമേ അനുകരിക്കാൻ പറ്റുള്ളൂ. ഒരു കഥാപാത്രത്തിൻ്റെ ഉള്ളിൽ എന്താണ് അവിടെയാണ് രസം ഉണ്ടാകുന്നത്. പക്ഷേ അതിനെ നമുക്ക് അനുകരിക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ്. മെൻ്റൽ ഫീലിങ്സ് കനോട്ട് ബി ഇമിറ്റേറ്റഡ് ആസ് ദേ ഐദർ എക്സിസ്റ്റ് ഓർ ഡു നോട്ട് എക്സിസ്റ്റ്. അഭിനവഗുപ്ത മെയിൻറ്റെയിൻസ് ദാറ്റ് ആൻ ഇമിറ്റേഷൻ ഓഫ് എക്സ്റ്റേണൽ ജസ്റ്റേഴ്സ് cannot be considered as imitation of the internal thing. Imitation cannot produce the illusion which captures the actors and the audience.
If there is imitation, the illusion is shattered. The objective contents of the drama interact with emotions inherent in us. So unity is created between the drama and the individual's experience. A new creation thus comes into being. In such a situation, dramatic experience and art cannot be considered as imitation. ഇനി മറ്റൊരു കൺസെപ്റ്റ് ഭാരദാസ് രസ തിയറി ആൻഡ് എലിയറ്റ്സ് ഒബ്ജക്റ്റീവ് correlative. Both Bharata and Eliot focused on the production of emotions in poetry. Bharata argues that rasa or aesthetic experience is produced by the fusion of vibhavas, anubhavas and vijari bhavas. Eliot makes similar argument in his essay Hamlet and His Problems. He says that certain emotions are produced in poetry by combining certain objects, situations or events. He called this objectives as objective correlative. അപ്പോൾ ഹാംലെറ്റ് പിന്നെ ഈ ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്നറിയപ്പെടുന്ന കൃതിയിൽ എസ്സയിൽ എലിയറ്റ് ഈ പറഞ്ഞ ഭരതമുനിയുടെ ഈ കൺസെപ്റ്റിനെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നറിയപ്പെടുന്ന കൺസെപ്റ്റിനെ ഉപയോഗിച്ചിട്ട് പുതിയൊരു സിദ്ധാന്തം തന്നെ ഉണ്ടാക്കി. അത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്. അത് സിംപ്ലി നമ്മുടെ ഇന്ത്യൻ എസ്തെറ്റിക്സിൽ കാണപ്പെടുന്ന വിഭാവാസം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം. ത്രൂ ദീസ് ടാഞ്ചിബിൾ മീൻസ് പ്രത്യക്ഷമായ ടാഞ്ചിബിൾ ഓബ്ജക്ട്സ് ഓർ വിസിബിൾ ഇവൻറ്റ്സ്, the emotion materializes and gets transferred to the reader or audience. Such objects or emotions or events which produce a particular rasa are very similar to the vibhavas in Indian aesthetics. Thus, Bharata's discussion of rasa theory and Eliot's explication of poetic emotion due to the functioning of objective correlative carries striking similarities. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എസ്സേയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം സുരേന്ദ്രനാഥ് ദാസ് ഗുപ്തയെ പറ്റി പറഞ്ഞു, പിന്നെ രസത്തിനെ പറ്റി പറഞ്ഞു, അതിനകത്ത് വിഭാവ, അനുഭാവ, വ്യഭിചാരി, സംയോഗ, രസ, നിഷ്പത്തിയെ പറ്റി പറഞ്ഞു. വിഭാവം എന്താണ്, പിന്നെ അനുഭാവം എന്താണ്, വ്യഭിചാരി ഭാവം എന്താണെന്ന് പറഞ്ഞു. പിന്നെ അതിനൊരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാൻ കഴിയും. പിന്നെ ഭാവം എന്താണ്, രതിഹാസ, ശോക, ക്രോധ, ഉത്സാഹ, ഭയ, ജുഗുപ്സ, വിസ്മയ എന്ന് പറയുന്ന ഭാവത്തിനെ പറ്റിയും, ശൃംഗാര, ഹാസ്യ, കരുണ, രൗദ്ര, വീര, ഭയാനക, ബീഭത്സ, അദ്ഭുത രസത്തിനെ പറ്റിയും സംസാരിച്ചു. പിന്നെ മറ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കുന്ന ദണ്ഡിൻ, ഭാമഹ, ക്ഷേമേന്ദ്ര, വിശ്വനാഥ പോലുള്ള ആൾക്കാരെ പറ്റി സംസാരിച്ചു. അതിനുശേഷം മറ്റൊരു കൺസെപ്റ്റാണ് പറഞ്ഞത്. അത് രസസൂത്രത്തിൻ്റെ വ്യാഖ്യാനമാണ്, എക്സ്പ്ലനേഷൻ ഓഫ് രസസൂത്രമാണ്. ഭട്ടലൊല്ലയുടെ ഉത്പത്തിവാദം, ശ്രീ ശങ്കുക തിയറി ഓഫ് ഇൻഫറൻസ്, പട്ടനായക ഭുക്തിവാദം, അഭിനവഗുപ്ത അഭിവ്യക്തിവാദം, പിന്നെ മമ്മട്ടൻ്റെയും തത്വയുടെയും കോൺട്രിബ്യൂഷൻസ് പറഞ്ഞു. അതിനകത്ത് രസ പ്രൊഡ്യൂസ്ഡ് എന്ന് ഭട്ടലൊല്ലം പറഞ്ഞു, അത് ക്യാരക്ടറിലാണെന്ന് പറഞ്ഞു. പിന്നെ ശ്രീ ശങ്കുക പറഞ്ഞത് രസ ഇൻഫർ ചെയ്യുന്നുണ്ട്, അത് ആക്ടറിലേക്ക് ഇൻഫർ ചെയ്യുന്നുണ്ട്, പിന്നെ ആക്ടറാണ് ഇൻഫർ ചെയ്യുന്നത്. പിന്നെ നായകൻ പറഞ്ഞത് ഭാവകത്വയും ഭോജകത്വയും, അതായത് ഭാവകത്വയിലൂടെ ജനറലൈസ് ചെയ്യുന്ന ഇമോഷൻസിനെ ഭുജിക്കുകയാണ് രസം എന്ന രീതിയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ അഭിനവഗുപ്തൻ പറഞ്ഞിരിക്കുന്നത് വാസനകൾ വേണം, പിന്നെ ചമത്കാരം ഉണ്ടാകുന്ന കാര്യം പറഞ്ഞു. പിന്നെ മമ്മടൻ അത് വ്യഞ്ജനയ്ക്ക് പ്രാധാന്യം നൽകിയ ആളാണ്. പിന്നെ ഭട്ടതാത്വം എന്ന് വെച്ചാൽ അത് രസ, ആസ്വാദന, ചമത്കാര, ശർവണ, അത് അഭിനവഗുപ്തൻ്റെ തിയറി തന്നെയാണ്. അത് ഭട്ടതാത്വത്തിൻ്റെ ഗുരുവും കൂടെയാണ്. പിന്നെ കമ്പാരിസൺ പറഞ്ഞു, കമ്പാരിസൺ വെസ്റ്റേൺ എസ്തെറ്റിക്സും ഇന്ത്യൻ എസ്തെറ്റിക്സും തമ്മിലുള്ള കമ്പാരിസൺ പറഞ്ഞു. അതിനകത്ത് ഇമിറ്റേഷൻ എന്ന കൺസെപ്റ്റായിട്ട് ബന്ധപ്പെട്ട് വെസ്റ്റേൺ എസ്തെറ്റിക്സിൽ അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും ഉപയോഗിച്ചു. ഇന്ത്യൻ എസ്തെറ്റിക്സിൽ ഭട്ടലൊല്ലാട്ടിൻ്റെയും അഭിനവഗുപ്തൻ്റെയും കോൺട്രിബ്യൂഷൻസ് പറഞ്ഞു. പിന്നെ മറ്റൊരു ആസ്പെക്റ്റ് ആയിരിക്കുന്ന ഒബ്ജക്റ്റീവ് കോറിലേറ്റീവും വിഭാവം തമ്മിലുള്ള ബന്ധം സംസാരിച്ചു. ദാറ്റ്സ് ഓൾ.